എൻ്റെ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഒരു ടൈം കൊടുക്കുകയാണ്. എല്ലാ ആൾക്കാർക്കും പെയിനുണ്ട്. മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ചിന്തിക്കും ഇവനെ കൊണ്ട് ഈ പ്രോജക്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ. തമിഴ്, ഹിന്ദി സ്റ്റേറ്റുകാർ വന്ന് 260ഓളം ഫ്ലാറ്റ് ബുക്ക് ചെയ്തു. ചെറിയ പൈസയ്ക്കാണ്. എൻ്റെ 7 വയസ്സിൽ തുടങ്ങിയതാണ് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമൊന്നും വേണ്ടിയിട്ടുള്ള ഓട്ടം. ഇന്ന് നമ്മുടെ അതിഥി അനിലേട്ടൻ, അതായത് MJ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ CEO ആൻഡ് ഡയറക്ടറായ അനിലേട്ടനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ ഈ നാൾ വഴികളിൽ കടന്നു വന്ന അനുഭവങ്ങളും അതിൽ നിന്ന് നമുക്ക് പകർന്നെടുക്കാവുന്ന പാഠങ്ങളും ഒക്കെ ഒന്ന് സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടാണ് നമ്മളിന്ന് അനിലേട്ടനെ കാണാൻ വന്നേക്കുന്നത്. സ്വാഗതം അനിലേട്ടൻ. നമസ്കാരം. നമസ്കാരം. അനിലേട്ടാ, നമ്മുടെ ഇപ്പം ഞാൻ കേട്ടിടത്തോളം നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയത്, അതായത് അനിലേട്ടൻ്റെ ഫസ്റ്റ് സക്സസ്ഫുൾ ബിസിനസ് എന്ന് പറഞ്ഞത് ഒരു ടീ ബിസിനസ്സിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ഇത്രയും സക്സസ്സിലേക്ക് വന്നതെന്നുള്ളത്. അതെ. അപ്പം ആ ഒരു നമ്മൾ ആ വന്ന വഴി എങ്ങനെയാണെന്നൊന്ന് ചെറിയൊരു ചുരുക്കത്തിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ടീ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് വേറെയും ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ പറയാതിരിക്കാനും പറ്റില്ല. അപ്പം ഫുട്പാത്ത് ബിസിനസ്സിൽ നിന്ന് തുടങ്ങി, പിന്നെ ഫുട്പാത്ത് ബിസിനസ്സിൽ പല മാങ്ങ കച്ചവടം, കപ്പലണ്ടി കച്ചവടം, ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പിന്നെ ചായ കച്ചവടത്തിലോട്ട് പോകും. ടീ ബിസിനസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ സൈക്കിളിൽ കൊണ്ടുപോയി പല ചെറിയ കമ്പനികളിലൊക്കെ കൊടുത്തുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വലിയ കമ്പനികളിൽ കൊടുക്കാൻ തുടങ്ങി. അപ്പം ഒരു ജീവിതത്തിലെ ഒരു വഴിത്തിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചായ കച്ചവടമാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലോട്ട് വരുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വന്നതിന് ശേഷം ഞാൻ ഇന്ന് വരെയായിട്ട് ഈ ജോയിൻറ്റ് വെഞ്ചർ എന്നുള്ള പ്രോജക്റ്റുകൾ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെയ്ത പ്രോജക്റ്റുകളെല്ലാം ഓൺ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യും, എന്നിട്ട് അതിൽ ചെറിയ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് അതിനെ അങ്ങനെ സെയിൽ ചെയ്യണമായിരുന്നു എൻ്റെ ബിസിനസ്. പിന്നെ ആ ചെറിയ ഇതിൽ നിന്ന് ഒരു 5000 സ്ക്വയർ ഫീറ്റായി, പിന്നെ 1 ഏക്കറായി, 5 ഏക്കറായി. അങ്ങനെ തമ്പുരാൻ്റെ ഒരു അനുഗ്രഹത്താൽ 10-25 ഏക്കറൊക്കെ എടുത്തിട്ട് ഈ ഒരു നിലയിലേക്ക് എത്തി. നമ്മൾ ആ ഒരു ടീ ബിസിനസ്സിൽ നിന്ന് നമ്മളൊരു ബിൽഡർ എന്നൊരു ബ്രാൻഡിലേക്ക്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡർ എന്നൊരു ബ്രാൻഡിലേക്ക് നമ്മൾ ആ കൺവേർട്ട് ചെയ്തൊരു മുഹൂർത്തം, ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബിൽഡർ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ആ ഒരു തോട്ട് വന്നതിൻ്റെ ഒരു പുറകിലത്തൊരു ഐഡിയ എന്തായിരുന്നു? എന്താണ് അതിൻ്റെ ഒരു ചലഞ്ച് എന്തായിരുന്നു? ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ ഇത് ശരിക്കും പറഞ്ഞാൽ സ്വപ്നത്തിൽ കൂടെ കണ്ടിട്ടുള്ള ഒരു ഇതേ അല്ല. ഞാനൊരു ബിൽഡറാവുമെന്നോ, ബിക്കോസ് ഞാൻ എൻ്റെ നാട് വിടുന്ന സമയത്ത് സ്കൂളിൽ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നാട് വിട്ട് വന്ന ഒരാളാണ്. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിന് ഒരു ലെവലുണ്ട്. പക്ഷേ എനിക്ക് ദൈവം ഞാൻ ചിന്തിക്കാതെ എന്നെ അങ്ങനെ കൊണ്ടുപോയി വളർത്തി കൊണ്ടുവന്നു. എൻ്റെ കഠിന അധ്വാനവും, അതായത് 20 hours കൃത്യമായിട്ട് ഞാൻ വർക്കോളിക്ക് തന്നെ ആയിരിക്കും. 4 hours ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്തും നാളെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളുമായിരിക്കും. അല്ലാതെ നാളെ വരുന്നത് മാതിരി വരട്ടെ എന്നൊരു ചിന്തയല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബിൽഡറായത് ഇതേമാതിരി ഓരോന്ന് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം അന്നത്തെ സമയത്തൊക്കെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെറിയ ബിൽഡേഴ്സൊന്നുമില്ല. ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഒരു 3 കോടി 2-3 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളിന് അപ്പോൾ ബിൽഡറാവാൻ പറ്റും. ഇന്നൊരാളിന് ബിൽഡറാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 100 കോടി രൂപയെങ്കിലും വേണം. ഈ 100 കോടി രൂപ ഉണ്ടെങ്കിലും അവനൊരു ബിൽഡറാവാൻ വേണ്ടിയിട്ട് ഇത്തിരി ചലഞ്ചായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ പല ഭാഷക്കാരാണ്, ഒരുപാട് ഗവൺമെൻറ് റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ കാലം മാതിരിയല്ല ഇന്നത്തെ കാലം. അതുകൊണ്ട് ഇന്ന് പെട്ടെന്നൊന്നും ഒരാളിനൊരു ബിൽഡറാവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അതെ.
അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഇവിടെ വെച്ചാൽ നമ്മളതൊന്ന് ചെയ്തത്. നമുക്കൊരു സക്സസിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല ആ സമയത്ത്. തീർച്ചയായിട്ടും. അതായത് എൻ്റെ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, ഞാൻ ഒരു ടൈം കൊടുക്കുകയാണ്. എല്ലാ ആൾക്കാർക്കും പെയിനുണ്ട്. അവരൊരു വീട് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വപ്നത്തിൻ്റെ ഒരിതാണ്. അതും ഈ നമ്മുടെ ബാംഗ്ലൂരിൽ എത്രയോ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഇതിലാരും കന്നഡിഗാസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വെരി റെയർ പീപ്പിൾ മാത്രമേ ഇവരിങ്ങനെ ഒരു ബിൽഡർ അടുത്തുനിന്ന് ഒരു ഫ്ലാറ്റ് വാങ്ങുകയോ ബിൽഡർ അടുത്തുനിന്ന് ഒരു വില്ല വാങ്ങുകയോ ചെയ്യൂ. അന്ന് റെസ്റ്റ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ തമിഴ് ആൻഡ് കേരള, മഹാരാഷ്ട്ര, ഇങ്ങനെ പല സ്ഥലത്തുള്ള ആൾക്കാരാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ അവരുടെ സ്വപ്നത്തിലെ ഒരു ആഗ്രഹമാണ് അവർക്കിങ്ങനെ ഇവിടെ ഒരു വീട് വാങ്ങണം. അപ്പോൾ ഒരു സ്ഥലത്ത് വാടക കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് അവർ നമ്മുടെ അടുത്ത് വന്ന് കമ്മിറ്റ് ചെയ്യും ഒരു ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ടൈം പറയും, 1.5 ഇയേഴ്സോ 2 ഇയേഴ്സോ ടൈം പറയും. ആ 2 ഇയേഴ്സിൽ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അവർ കാലിയായി പുതിയ അവരുടെ വീട്ടിലോട്ട് സ്വപ്ന കൂടാരത്തിലോട്ട് വരണമെന്ന് അവരുടെ ഒരു ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ നടക്കാതെ പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എത്ര മാത്രം ബുദ്ധിമുട്ടായിരുന്നാലും ശരി സക്സസ്ഫുള്ളാക്കി കൊടുക്കുക. അതാണ് ഓൺ ടൈമായിട്ട് നമ്മൾ കൊടുക്കണം. അത് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും മാത്രമല്ല, അവർക്ക് ഇതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവർ പല ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഇത്രാം തീയതി എനിക്ക് വീട് കിട്ടും, കീ കിട്ടും, കാര്യങ്ങളൊക്കെ എന്ന്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, മറന്നിട്ട് നമ്മുടെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണമെന്നുള്ളത് വിചാരിച്ചിട്ട് ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അതിൻ്റേതായ പ്രത്യേക ഒരു സുഖം തന്നെ എനിക്കുണ്ട്. ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ, സാറ്റിസ്ഫാക്ഷൻ, പറഞ്ഞ സമയത്തിനേക്കാളും മുമ്പിലായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയല്ലോ എന്നൊരു സമാധാനവും സന്തോഷവും കിട്ടുമ്പോഴത്തേക്ക് അത് എനിക്ക് അവരെക്കാളും കൂടുതൽ സന്തോഷം എനിക്ക് തന്നെയായിരിക്കും. നമ്മൾ ഈ ഒരു ബിൽഡർ മേഖലയിലേക്ക് വന്നപ്പം നമ്മളൊരു ഫസ്റ്റ് ക്ലയൻറ്റ്, കാര്യം നമ്മൾ ഈ മേഖലയിൽ പുതിയതാണ്, ആ ഫസ്റ്റ് ക്ലയൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് അവരെ കണ്ടെത്തിയത്? എൻ്റെ കമ്പനിക്ക് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. മൗത്ത് ടു മൗത്ത് ഉള്ള ആൾക്കാരാണ്. ഒരാൾ വാങ്ങി സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അവർ 4 പേരെടുത്ത് പറയും. അനിലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ശരിക്കും പറയുകയാണ്, മലയാളീസായിട്ടുള്ള ആൾക്കാർ മാത്രം ചിന്തിക്കും, ഇവനെക്കൊണ്ട് ഈ പ്രോജക്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ. ഞാനൊരു 15 ഫ്ലോറിൻ്റെ ബിൽഡിംഗ് കെട്ടി. ആ 15 ഫ്ലോറിൻ്റെ പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്യണ സമയത്ത് ഒരു മലയാളികളും വന്നിട്ട് അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 15 ഫ്ലോറിൻ്റെ ബിൽഡിംഗ് ഒന്നും 378 അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇത്രയും വലിയ പ്രോജക്റ്റൊന്നും പുള്ളിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റില്ല, വെറുതെ പോയി പൈസ ഇട്ടിട്ട് നിങ്ങൾ പെട്ടുപോണ്ട എന്ന് പറഞ്ഞു. 378 അപ്പാർട്ട്മെൻറ്റിൽ 260 അപ്പാർട്ട്മെൻറ്റ് തമിഴ്, ഹിന്ദി സ്റ്റേറ്റുകാർ വന്ന് 260ഓളം ഫ്ലാറ്റ് ബുക്ക് ചെയ്തു. ഒരു ചെറിയ പൈസയ്ക്കാണ്. ചെറിയ പൈസക്കെന്ന് പറഞ്ഞാൽ 35 ലക്ഷം രൂപയ്ക്കൊക്കെ 3 ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റ് 2013 ഇന്ന് 1.5 crores ഒരു ഫ്ലാറ്റിൻ്റെ വാല്യൂ. പിന്നീട് ആൾക്കാർ വരാൻ തുടങ്ങി. എല്ലാവർക്കും അറിയില്ലല്ലോ നമ്മുടെ എഫേർട്ട് എന്താണ്. പിന്നെ ഏത് പ്രോജക്റ്റ് നടന്നാലും ഞാൻ രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെയും കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത് ഞാൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് 4ാമത്തെ സ്റ്റെപ്പിലായിരിക്കും എൻ്റെ കാല് വയ്ക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൈമില്ല. ടൈം വെരി ഇതാണ്, ഷോർട്ട് ടൈം. പിന്നെ ഈ ഫ്ലോറ് മൊത്തം അതിൽ കയറിയതിന് ശേഷം അടുത്ത ടവറിലോട്ട് മേളിൽ നിന്ന് ഇപ്പുറത്ത് ജമ്പ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് താഴെ ഇറങ്ങി വരും. അതായത് എൻ്റെ 7 വയസ്സിൽ തുടങ്ങിയതാണ് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടം. ആ ഓട്ടത്തിൽ സമയത്തിന് ഫുഡ് കഴിക്കില്ല, അതായത് ഊണില്ല, ഉറക്കമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് എന്തായി, പല ആൾക്കാരും പറയും താൻ ചത്ത് മീൻ പിടിക്കരുതെന്ന്. താൻ ചത്ത് മീൻ പിടിക്കരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ ജീവിതം. നമ്മൾ മരിച്ച്
പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ഇപ്പം എന്തായി 52. പക്ഷെ അത് അന്ന് നമ്മൾ കയറുമെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ആ ഒരു വിഷൻ അത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ അനിലേട്ടനുണ്ടായിരുന്നു എന്നുള്ളതിലാണ്. അതെ അതെ. കാര്യം ആ ഒരു റേസിങ് ഇന്നത്തെ ആരും അങ്ങനെ വരുന്നില്ല. യെസ്. ഇന്നത്തെ സമൂഹത്തിൽ ജനങ്ങൾക്ക്, അതായത് പുതുതായിട്ട് വളർന്നു വരുന്നത്, ഞാൻ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് IDBI ബാങ്കിൻ്റെ ബ്രാഞ്ച് ഹെഡായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര എന്നെ വെൽക്കം ചെയ്ത്. പുതിയ ബ്രാഞ്ച് മാനേജർ ഹെഡ് ചേഞ്ചായി, പുതിയ ആളായിരുന്നു വന്നത്. അപ്പോൾ വന്ന് കുറേ സമയമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. എനിക്കെന്തോ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. ഈസ് ഫ്രം ഹൈദരാബാദ്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു. പുള്ളി പറയണം ഐ നോ മലയാളം. ഞാൻ ട്രിവാൻഡ്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ. ഫസ്റ്റ് പുള്ളിയുടെ കരിയർ മുതൽ ഞാൻ ചോദിച്ചു തുടങ്ങി. ധനലക്ഷ്മി ബാങ്കിലായിരുന്നു. അപ്പോൾ പിന്നെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, സർ എന്താണ് സാറിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു. ഞാൻ എന്താണ് BCom, അത് കഴിഞ്ഞ് MBA, MCom. വെരി ഗുഡ്. ആ മനുഷ്യൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഇങ്ങനെ ഞാൻ ചോദിക്കുക,